അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തുമുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ശവ്വാൽ മാസത്തിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ച രാവിലേക്ക് നമ്മളിതാ പ്രവേശിച്ചിരിക്കുകയാണ്. മാത്രമല്ല ശവ്വാൽ മാസത്തിൻ്റെ 15-ാം രാവിലേക്ക് നമ്മളിതാ കടന്നിരിക്കുന്നു. നാളെ 15-ാമത്തെ ദിവസം, അതായത് ശവ്വാൽ മാസത്തിൻ്റെ പകുതി നമ്മളോട് വിട പറയാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഇനി 15 ദിവസം കൂടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 14 ദിവസം കൂടി കഴിഞ്ഞാൽ ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട അമലുകളൊക്കെ തയ്യാറാക്കാൻ നിൽക്കുന്ന ദുൽഖഅദ മാസം വരുന്നു. പിന്നെ ദുൽഹിജ്ജ മാസം വരുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമുക്കൊക്കെ ഖൈറുകൾ പ്രദാനിക്കുമാറാവട്ടെ. ഈ വർഷം ഹജ്ജിനായി ആരൊക്കെ പോകുന്നു, ഉംറക്ക് പോകുന്നു, എല്ലാവരുടെയും എല്ലാ അമലുകളും അല്ലാഹു തആല ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ വെള്ളിയാഴ്ച രാവാണ്, ദുആക്ക് ഇജാബത്തുള്ള രാവാണ്. അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ പോരായ്മകൾ പരിഹരിച്ച് സ്വീകരിക്കട്ടെ. ഇന്ന് ഈ ക്രിസ്ത്യൻ സഹോദരന്മാരൊക്കെ അവർക്ക് ഇന്ന് പെസഹ വ്യാഴം ആയിരുന്നു. നാളെ വെള്ളിയാഴ്ച അവർക്ക് ദുഃഖവെള്ളിയാണ്. അപ്പോൾ ഈ ദുഃഖവെള്ളിയുമായി ബന്ധപ്പെട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. അത് അവരുടെ ആചാരമാണ്, അനുഷ്ഠാനമാണ്. അവരുടെ യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ചതുമായി ബന്ധപ്പെട്ട്, കുരിശിൽ കയറ്റിയതുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു വിഷമത്തിൻ്റെ, സങ്കടത്തിൻ്റെ ഓർമ്മകളൊക്കെ അയവിറക്കുന്ന ഒരു സന്ദർഭമാണ്. നമുക്കങ്ങനെയല്ല. നമുക്ക് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവർ വിശ്വസിക്കുന്ന യേശു, നമ്മുടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനവറുകളെ ആരും കുരിശിൽ തറച്ചിട്ടില്ല, ആരും ഉപദ്രവിച്ചിട്ടുമില്ല. മഹാനവറുകൾ അല്ലാഹു തആല ആകാശ ലോകത്തേക്ക് ഉയർത്തിയതാണ്. ഇനി ഖിയാമത്ത് നാളിൻ്റെ അടയാളമായി മഹാനവറുകൾ ലോകത്തേക്ക് ഇറങ്ങി വരും. ഇതാണ് നമ്മുടെ വിശ്വാസം. പക്ഷെ ഇതിന് നേരെ എതിരാണ് അവരുടെ വിശ്വാസം. അത് അവരുടെ വിശ്വാസം, അവർ വിശ്വസിക്കട്ടെ. നമ്മുടെ വിശ്വാസം നമ്മൾ വിശ്വസിക്കട്ടെ എന്നല്ല, നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ചുവടെ പിടിച്ചിട്ട് അവരുടെ ആചാരത്തോടോ അനുഷ്ഠാനത്തോടോ ചേർന്ന് നിൽക്കാൻ നമ്മൾ നിൽക്കണം. ഇനിയിപ്പോൾ 2-3 ദിവസം കൂടെ കഴിയുമ്പോൾ ഈസ്റ്റർ വരികയാണ്. അപ്പോഴും അത് അവരുടെ ആചാരം, അവർ ചെയ്യട്ടെ. അത് കഴിഞ്ഞ് പിന്നെ വിഷു വരും, പിന്നെ ഓണം വരും, പിന്നെ ക്രിസ്മസ് വരും. അതൊക്കെ അവരുടേതായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളാണ്. നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. നമ്മുടെ ആചാരങ്ങളൊക്കെ വിട്ടിട്ട്, നമ്മുടെ അനുഷ്ഠാനങ്ങൾ വിട്ടിട്ട് മറ്റുള്ളവരുടെ ആചാരത്തിൻ്റെ പുറകെ പോകുന്നത് അത് ഒരു അല്പത്തരമാണ് എന്ന് മനസ്സിലാക്കുക. അതിനിപ്പോൾ എന്ത് ന്യായം പറഞ്ഞാലും ശരി. നമ്മുടെ വിഷയം അതല്ല. വെള്ളിയാഴ്ച രാവാണ്. ഇൻഷാ അല്ലാഹ് നല്ലവണ്ണം നമുക്ക് ദുആരക്കാം. ഒരുപാട് സ്വലാത്തുകളൊക്കെ പറയാനുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ, ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരു സ്വലാത്ത് പറഞ്ഞിട്ട് നമ്മൾ മജ്ലിസിലേക്ക് കടക്കുകയാണ്. പരിശുദ്ധമായ ഈ ശവ്വാൽ മാസത്തിൽ ഒരുപാട് കണ്ട് നമ്മൾ സ്വലാത്ത് പറയണം. നമുക്ക് ഒരുപാട് സ്വലാത്തുകൾ അറിയാം. നമുക്കിന്ന് തിബ്ബ് സ്വലാത്ത് പറഞ്ഞാലോ? നമ്മുടെ രോഗങ്ങൾക്ക് ശിഫാ കിട്ടാൻ, നമ്മുടെ പ്രയാസ പ്രതിസന്ധികളൊക്കെ മാറാൻ ഏറ്റവും നല്ലൊരു സ്വലാത്താണ് തിബ്ബ് സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് നമുക്കത് കുറച്ചു വട്ടം പറയാം. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد
തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വദിയാഇഹാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വദിയാഇഹാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വദിയാഇഹാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വദിയാഇഹാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വദിയാഇഹാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. നമുക്കൊരു ഇസ്തിഗ്ഫാർ പറയാം. ഈ ഇസ്തിഗ്ഫാറിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് ഇസ്തിഗ്ഫാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അള്ളാഹുവിനോട് നമ്മൾ പാപമോചനം തേടലല്ലേ. അപ്പോൾ ആ പാപമോചനം തേടുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ പാപമോചനം നമുക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട വളരെ പ്രാധാന്യമുള്ള ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇസ്മുകൾ, ഇത് രണ്ടും ചേർത്ത് നമുക്കൊന്ന് പറയാം. അതെങ്ങനെയാ പറയുന്നത്? അസ്തഗ്ഫിറുല്ലാഹൽ അദീം യാ ഗഫാറു യാ ഗഫൂറു യാ അല്ലാഹ്, അങ്ങനെ പറയാം. അപ്പോൾ രണ്ട് ഇസ്മുകൾ ചേർത്ത് അള്ളാഹുവിനോട് പാപമോചനം തേടുമ്പോൾ അത് ഭയങ്കര എഫക്റ്റീവാണ്. നമുക്ക് ഒരുപാട് ഗുണങ്ങൾ പുണ്യങ്ങൾ കിട്ടുന്ന ഒരു വാക്കാണ്. ഇൻഷാ അല്ലാഹ് പറഞ്ഞോ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം യാ ഗഫാറു യാ ഗഫൂറു യാ അല്ലാഹ്. 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 നമ്മൾ അടുത്ത ദിക്ർ സെക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ്
നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, പക്ഷെ പലരുടെയും ശ്രദ്ധയിലേക്ക് അത് പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ ദിക്റിൻ്റെ മജ്‌ലിസ് ആയതുകൊണ്ട് ഒരുപാട് പേര് കാണുന്നത് കൊണ്ടും നമ്മൾ സൂചിപ്പിക്കുകയാണ്. എൻ്റെ വാപ്പയുമായി ബന്ധപ്പെട്ട് ഒരു ഫോൺ ഹാക്കിംഗ് സംഭവിച്ചിരുന്നു. ആ ഫോൺ ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട് നടന്ന എൻ്റെ വാപ്പക്ക് സംഭവിച്ച ഒരു കാര്യം, അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്നുകൂടി ഉണർത്തുകയാണ്. അത് പൂർണ്ണമായി നിങ്ങളൊന്ന് കേൾക്കുക. നമുക്കൊക്കെ ഒരു പക്ഷേ അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള വിശദമായ ഒരു ചെറു വിവരണം ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ സെക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊന്ന് കേൾക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് ദിക്റിലേക്ക് പ്രവേശിക്കാം. ഇക്കാലത്ത് ഫോൺ ഉപയോഗിക്കുന്ന നമ്മൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളിലേക്ക് ഉണർത്താനാണ് വന്നത്. പലപ്പോഴും നമ്മളിത് പത്രത്തിൽ കണ്ടിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ തന്നെ പല ആളുകൾക്കും ഇത് സംഭവിച്ചിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മൾ മെസ്സേജുകൾ കണ്ടിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല. ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ കുടുംബത്തിൽ, പ്രത്യേകിച്ച് എൻ്റെ വാപ്പക്ക് ഈ ഒരു കാര്യം സംഭവിച്ചപ്പോഴാണ് അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായത്. വേറെ ഒന്നുമല്ല, എൻ്റെ വാപ്പായും ഒരു ഉസ്താദാണ്. എൻ്റെ പിതാവ് നമ്മുടെ എറണാകുളം അമൃത ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള പള്ളിയിലാണ് ഇമാമായി സേവനം ചെയ്യുന്നത്. അവിടെ വെച്ച് ഇന്ന് ഉച്ചക്കാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ വാപ്പയുടെ ഫോണിലേക്ക് ഒരു സഹോദരൻ്റെ, വാപ്പക്ക് അറിയാവുന്ന ഒരാളുടെ വാട്സപ്പ് മെസ്സേജ് വന്നു. എന്താണ് മെസ്സേജ്? ഒരു RTO ചെല്ലാൻ അതിൻ്റെ ഒരു റെസിപ്റ്റിൻ്റെ ചെറിയൊരു ലിങ്ക് വാപ്പയുടെ വാട്സപ്പ് നമ്പറിലേക്ക് വന്നു. ഒറ്റയടിക്ക് നമ്മൾ നോക്കുമ്പോൾ അത് ഈ വാപ്പ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഏതെങ്കിലും ഒരു ട്രാഫിക് നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ പിഴ അടക്കണം, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വാപ്പ വിചാരിച്ചു. വാപ്പ വിചാരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും വിചാരിക്കും, സ്വാഭാവികമാണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരാളാണ് ഇത് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. നമ്മൾ സ്വാഭാവികമാണ് അത് പിടിച്ചു നിൽക്കും. ആ RTO ചെല്ലാൻ്റെ രൂപം ഇതാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ രൂപത്തിൽ നമ്മൾക്ക് ചിലപ്പോൾ പലപ്പോഴും നമ്മുടെ ഫോണിലേക്കോ അല്ലെങ്കിൽ നമ്മളുള്ള ഗ്രൂപ്പിലേക്കോ നമുക്കറിയാവുന്ന പലരും ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടാകും. അതിൽ എഴുതിയിരിക്കുന്നത് തന്നെ യുവർ വെഹിക്കിൾ ചെല്ലാൻ, അതായത് മോട്ടോർ വാഹന വകുപ്പ് നമ്മൾ ഏതെങ്കിലും വാഹനം ഓടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മുടെ വാഹനത്തിന്റെ ഏതെങ്കിലും ഒരു പിഴ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിയമലംഘനം നമ്മൾ നടത്തിയിട്ടുണ്ട്, അതിന്റെ ചെല്ലാൻ, അതിന്റെ പിഴ അടക്കണം എന്ന രൂപത്തിലായിരിക്കും ഈ മെസ്സേജ് വന്നിട്ടുണ്ടാവുക. നമ്മൾ സ്വാഭാവികമാണ് അതിൽ പിടിച്ചു നിൽക്കും, അതിൽ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്യുമ്പോൾ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ ഉൾപ്പെടെ വാട്സപ്പ് മുഴുവനും ഹാക്ക്ഡായി മാറും. അതായത് മറ്റൊരാളുടെ നിയന്ത്രണത്തിലായി നമ്മുടെ ഫോണും നമ്മുടെ വാട്സപ്പും മാറും. പിന്നെ ഇത് നമ്മളല്ല ഉപയോഗിക്കുന്നത്, വേറെ ആളാണ്. സത്യം പറഞ്ഞാൽ ഈ വാപ്പക്ക് അയച്ചത് അയാളല്ല, അദ്ദേഹമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ഫോൺ ഹാക്ക് ചെയ്ത ആരോ ആണ് ഈ ഒരു മെസ്സേജ് അയച്ചു കൊടുത്തത്. വാപ്പ ഇത് ക്ലിക്ക് ചെയ്തപ്പോൾ വാപ്പയുടെ ഫോണിൽ ആരൊക്കെ കോണ്ടാക്ട് ഉണ്ടോ എല്ലാവർക്കും ആ മെസ്സേജ് പോയി, ഗ്രൂപ്പുകളിലും പോയി. പലരും ഇത് പിടിച്ചു നിൽക്കി, കാരണം ഉസ്താദാണല്ലോ അയച്ചിട്ടുള്ളത്, എന്തോ വലിയ കാര്യമാണെന്ന് പറഞ്ഞ് എല്ലാവരും ക്ലിക്ക് ചെയ്തു. പലർക്കും ഇതേ അബദ്ധം, അതായത് നമ്മുടെ വാട്സപ്പിലെ പ്രൊഫൈൽ പിക്ക് വരെ മാറും. വാട്സപ്പ് നിയന്ത്രിക്കുന്നത്, ചിലപ്പോൾ ഫോൺ തന്നെ നിയന്ത്രിക്കുന്നത് മറ്റൊരാളായി മാറും. അവർ തോന്നിയ പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, വേണ്ടാത്തരങ്ങൾ ചെയ്യും. എത്രത്തോളം നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസ പോലും ഇത് കവർന്നെടുക്കാൻ കാരണമാകും. ഞാനിത് പറയുന്നത് പുതിയ കാര്യമൊന്നുമല്ല, ഒരുപാട് നാളുകളായി നമ്മുടെ ഇടയിൽ നടക്കുന്ന പല കാര്യങ്ങളുമാണ്. പലരും ഇത് പേടിച്ച് എന്താന്ന് പോലും അറിയാതെ പേടിച്ച് മിണ്ടാതിരിക്കും. പല പത്രങ്ങളിലും ഇത് വിശദമായി വന്നിട്ടുണ്ട്, ചിലപ്പോൾ നമ്മൾ വായിച്ചോളണമെന്നില്ല. ഇത് മോട്ടോർ വാഹന വകുപ്പ് തന്നെ പറഞ്ഞു ഇങ്ങനൊരു തട്ടിപ്പ് നടക്കും, നിങ്ങൾ ആരും അതിൽ ക്ലിക്ക് ചെയ്യരുത് എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് സ്നേഹത്തോടെ ഉണർത്തട്ടെ, ഇതുപോലെ ഒരു മെസ്സേജ് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വന്നാൽ ഒരിക്കലും അതിൽ ക്ലിക്ക് ചെയ്യരുത്. അതേ പറയാനുള്ളൂ, ക്ലിക്ക് ചെയ്യരുത്. ഇനി ക്ലിക്ക് ചെയ്തു പോയാൽ നമ്മുടെ ഫോൺ ഹാക്കായി മാറും. അപ്പോൾ എന്ത് ചെയ്യും? ഇതേ മെസ്സേജ് തന്നെ എല്ലാവർക്കും പോകും. നമ്മുടെ ഫോണിൽ ആരൊക്കെ ഉണ്ട് എല്ലാവർക്കും പോകും. എല്ലാവരും അത് ക്ലിക്ക് ചെയ്താൽ അത് നമ്മുടെ ഫോൺ തന്നെ നഷ്ടപ്പെടാനും ഫോണിന്റെ സംവിധാനങ്ങൾ തന്നെ തകരാറിലാവാനും നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസ തന്നെ പോവാനും കാരണമാകും. അതുകൊണ്ട് ഇതുപോലുള്ള ഒരു മെസ്സേജ് വന്നാൽ ഒരിക്കലും ക്ലിക്ക് ചെയ്യരുത്. ഇനി ആരെങ്കിലും ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ സൈബർ പോലീസ് സ്റ്റേഷനിൽ ആയാൽ ഏറ്റവും നല്ലത്, സൈബർ പോലീസ് സ്റ്റേഷനിലോ പോയി കംപ്ലൈന്റ് കൊടുക്കുക. അവരുടെ കയ്യിൽ നമ്മുടെ ഫോൺ കൊടുക്കുക. അവർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അത് പരിശോധിച്ചിട്ട് വേണ്ട രൂപത്തിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. ആരും പേടിക്കാനൊന്നുമില്ല. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സൈബർ സെല്ലിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ ഇതുപോലെ ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരും ഇത് ശ്രദ്ധിക്കാതെ പോകരുത്. നമുക്ക് സ്വന്തം കുടുംബത്തിൽ വരുമ്പോഴാണ് ഇതിന്റെ വിഷമം നമുക്ക് മനസ്സിലാവുക. ഈ ഒരു മെസ്സേജ് നിങ്ങൾ മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വാപ്പ നമ്മുടെ എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോ പാർക്കിന്റെ ഉള്ളിലുള്ള സൈബർ പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുത്തത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ഇത് അറിയിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. നമ്മുടെ
വീഡിയോകൾക്ക് താഴെ ദുആ വസിയത്തുകൾ എടുത്തു നോക്കിയാൽ ഒരുപാട് ദുആ വസിയത്തുകൾ രോഗസംബന്ധമായ പ്രശ്നങ്ങൾ പറഞ്ഞ് പ്രയാസങ്ങൾ പറഞ്ഞാൽ ഉസ്താദേ ഓപ്പറേഷന് വിധേയമാകാൻ പോകുന്നു, ഓപ്പറേഷൻ കഴിഞ്ഞ് ചികിത്സയിലാണ്, അപകടത്തിൽപ്പെട്ടു ഓപ്പറേഷൻ കഴിയാൻ പോകുന്നു, അതുപോലെ ക്യാൻസർ രോഗമാണ്, ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നുപോയി സ്ട്രോക്ക് വന്നിരിക്കുന്നു, അറ്റാക്കാണ്, അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് ഫിക്സ് ആണ്. ഇങ്ങനെ ഒരുപാട് ദുആ വസിയത്തുകൾ നമ്മുടെ രോഗസംബന്ധമായി പ്രയാസങ്ങൾ സംബന്ധമായി നമ്മുടെ വീഡിയോകൾക്ക് താഴെ വരുന്നുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ രോഗം ശിഫയാവണം, നമ്മളോട് ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞോ അവരുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു തആല ശിഫയാക്കി കൊടുക്കണം. അതിന് പറ്റിയ ഒരു ദുആ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നു. എല്ലാവരും മനസാന്നിധ്യത്തോടു കൂടി പറയുക. പറയുമ്പോൾ അല്ലാഹു എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ എന്ന് മനസ്സിൽ തട്ടി ഇൻഷാ അല്ലാഹ് പറയട്ടോ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ وأمراض من أوصانا يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. ഒരു പ്രാവശ്യം പറഞ്ഞാൽ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരു വൃക്ഷം നടപ്പെടുമെന്നാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ആ ദിക്ർ? നമ്മളൊക്കെ തസ്ബീഹ് നമസ്കരിച്ചു റമളാൻ മാസത്തിൽ അല്ലേ? ആ തസ്ബീഹ് നമസ്കാരത്തിലും അതുപോലെ പെരുന്നാൾ നിസ്കാരത്തിലൊക്കെ നമ്മൾ പറഞ്ഞ ഒരു തസ്ബീഹ് ഉണ്ട്. ആ തസ്ബീഹാണ് ഇൻഷാ അല്ലാഹ് പറയേണ്ടത്. ഒരുപാട് പ്രതിഫലങ്ങൾ ഈ തസ്ബീഹ് പറഞ്ഞാൽ കിട്ടുന്നതാണ്. പറഞ്ഞാലോ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ 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 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി
ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر പരിശുദ്ധമായ പരിപാവനമായ ശവ്വാൽ മാസം. ഈ ശവ്വാൽ മാസത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട, ശവ്വാൽ മാസത്തിലെന്നല്ല, ജീവിതത്തിലെ ഏത് സമയമുണ്ടോ എല്ലാ സമയത്തും നമ്മൾ അധികരിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ, സ്വഹാബിമാർക്ക് പറയാൻ പറഞ്ഞുകൊടുത്ത ഒരു പ്രത്യേകമായ ദിക്റുണ്ട്. അതായത് കടലിന്റെ നുരയോളം തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും പൊറുക്കപ്പെടുമെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആ ദിക്ർ പറയാം. അല്ലാഹു തആല ഈ ദിക്ർ പറയുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങളുണ്ട് അത് മുഴുവനും നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമീൻ. പറഞ്ഞോ. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله
ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു മാത്രം എനിക്ക് മതി. എല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിക്കാൻ പറ്റുന്നവൻ അല്ലാഹുവാൻ. ഈ ഒരു അർത്ഥം വരുന്ന ഒരു ദിക്ർ അല്ലെങ്കിൽ ഈ അർത്ഥം വരുന്ന ഒരു ബൈത്ത് പോലെ നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നുണ്ട്. നമ്മളെ ഉമ്മയും വാപ്പയൊക്കെ നമ്മളെ ചെറുപ്രായത്തിൽ ഉറക്കാൻ വേണ്ടി ഇത് പറയാറുണ്ട്. ഇതൊരു താരാട്ടുപാട്ടായിട്ട് ആരും കണക്കാക്കരുത്. ഇത് നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും മനസ്സിൽ തട്ടിപ്പറയേണ്ട ഒരു അമൂല്യമായ ഒരു ദിക്റാണ്, അമൂല്യമായ ഒരു വചനമാണ്. നമുക്കതൊന്ന് പറഞ്ഞാലോ? പറഞ്ഞോ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്
നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ് എല്ലാം അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ചൊല്ലിയ ദിക്റുകൾക്കും സ്വലാത്തുകൾക്കും അല്ലാഹുവിന്റെ ഇസ്മുകൾക്കൊക്കെ എന്തെല്ലാം പ്രതിഫലങ്ങൾ, നമ്മളിവിടെ കുറച്ച് പ്രതിഫലമൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും ഒരുപാട് നേട്ടങ്ങൾ ഇത് ചൊല്ലുമ്പോൾ അതിന്റെ പിറകിൽ നമുക്ക് കിട്ടാനുണ്ട്. എല്ലാ പ്രതിഫലവും അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. എല്ലാ ആപത്ത്, മുസീബത്ത്, എല്ലാവിധ ഇടങ്ങേറുകളെ തൊട്ടും അല്ലാഹു നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകം ഉസ്താദ് പേര് പറഞ്ഞ് ഞങ്ങളുടെ ദ്വാരക്കണമെന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പേര് പറയാനാണെങ്കിൽ അതിന് തന്നെ സമയം ഉണ്ടാവുള്ളൂ. ഇൻഷാ അല്ലാഹ് മൊത്തത്തിൽ ആരൊക്കെ ദ്വാരക്കാൻ പറഞ്ഞു എല്ലാവരും മനസ്സിൽ കണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ നമുക്ക് ഓതി നമുക്ക് ദ്വാരക്കാം. ഇലാ ഹളറത്തി നബിയിനാ വ ഹബീബിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ ഹളറാത്തി മമ്മാതു മിന്നാ യാ റബ്ബൽ ആലമീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. അർഹമുർ റഹീമീനായ കരുണയുള്ള റബ്ബേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കി അനുഗ്രഹിക്കണേ അല്ലാ. പരിശുദ്ധമായ റമദാൻ മാസമെല്ലാം വിട പറഞ്ഞ് വിശുദ്ധമായ ശവ്വാൽ മാസത്തിന്റെ സുന്ദരമായ രാവുകളിലൂടെ പകലുകളിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ചെയ്യുന്ന അമലുകളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് നന്മകൾ ചെയ്യാനും അതുവഴി സ്വർഗത്തിൽ കടക്കാനും ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തരണേ റഹ്മാനെ. അല്ലാഹുവേ, വിശുദ്ധമായ ഈ ശവ്വാൽ മാസത്തിൽ ഞങ്ങൾ ഒരുപാട് ദിക്റുകൾ പറഞ്ഞിട്ടുണ്ട്, തസ്ബീഹുകൾ പറഞ്ഞിട്ടുണ്ട്, സ്വലവാത്തുകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ.
അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ ഈ ശവ്വാൽ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ, സമാധാനത്തിലാക്കണേ അല്ലാ, ഖൈറ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളോട് ഒരുപാട് പേര് ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, നേരിട്ട് കണ്ട് പറഞ്ഞവരുണ്ട്, ഫോണിൽ വിളിച്ചു പറയുന്നവരുണ്ട്, കമന്റിലൂടെ ഒരുപാട് ഉമ്മമാരും വാപ്പമാരും ഒരുപാട് ദുആ വസിയത്ത് എഴുതാറുണ്ട്. എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. വിഷമ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ, കടങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. കടക്കാരായി മരിപ്പിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, കടങ്ങൾ വീട്ടാനുള്ള എളുപ്പ വഴി എന്താണെന്ന് നിനക്കറിയാം, അത് തുറന്നു തരണേ അല്ലാ. അല്ലാഹുവേ, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് തന്നിട്ടുള്ള മക്കളെ നീ നന്നാക്കി തരണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ മക്കൾ വഴിതെറ്റി പോകുന്ന കാലമാണ്, നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾ കാരണം സന്തോഷിക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അവരെഴുതിയ പരീക്ഷകൾക്ക് ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, മക്കളില്ലാതെ വിഷമിക്കുന്നവർ, അതുപോലെ തന്നെ കല്യാണ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ നീ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ രോഗികളാണ്, രോഗങ്ങൾക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ. മാരകമായ ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, അറ്റാക്ക് പോലെ ചെറുതും വലുതുമായ ഒരുപാട് അസുഖങ്ങളുണ്ട്. എല്ലാം നീ ശിഫയാക്കണേ അല്ലാ, ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളെ ചൊല്ലിയ ദിക്റിന്റെ സ്വലവാത്തിന്റെ കൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നീ നശിപ്പിച്ച് കളയണേ അല്ലാ. രോഗങ്ങൾക്ക് നീ ശമനം തരണേ അല്ലാ. ഹോസ്പിറ്റലിൽ കഴിയുന്നവര്, വെന്റിലേറ്ററിൽ കഴിയുന്നവർ, ഐസിയുവിൽ കഴിയുന്നവർ, അഡ്മിറ്റ് ചെയ്യപ്പെട്ടവര് എല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണേ അല്ലാ. രോഗശാന്തി പ്രദാനിക്കണേ അല്ലാ. ഞങ്ങൾ കഴിക്കുന്ന മരുന്നിൽ നീ ശിഫാ പ്രദാനിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ, അഭിമാനം കൊടുക്കണേ അല്ലാ. പ്രവാസികളായ ഞങ്ങളുടെ സഹോദരങ്ങൾ ഉൾപ്പെടെ ലോകത്തെവിടെയെല്ലാം പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവർക്കും നീ ഖൈറ് കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ശത്രുക്കളുടെ ശക്തിയെ നീ ക്ഷയിപ്പിച്ച് കളയണേ റഹ്മാനെ. മുസ്ലിം ഉമ്മത്തിന് നീ എല്ലാവിധ നന്മയും കൊടുക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ വീടുകളിൽ നീ സ്വസ്ഥത തരണേ അല്ലാ, സമാധാനം തരണേ അല്ലാ. ഞങ്ങളുടെ നാട്ടിൽ നീ സമാധാനം തരണേ അല്ലാ. ഞങ്ങളുടെ രാജ്യത്ത് നീ എല്ലാവിധ സാഹോദര്യവും നിലനിർത്തി തരണേ അല്ലാ. ഇലക്ഷൻ കാലം വരികയാണ്, നടക്കുകയാണ്. പടച്ചവനെ, ഞങ്ങൾക്ക് അനുയോജ്യരായ, ഞങ്ങളുടെ നാടിന് ഉപകാരപ്പെടുന്ന നല്ല ഭരണാധികാരികളെ തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മരിക്കുന്ന സമയത്ത് കെലിമ ചൊല്ലി മരിക്കാനുള്ള മഹാ സൗഭാഗ്യം പ്രദാനിക്കണേ അല്ലാ. ഞങ്ങളുടെ ക്ലാസുകൾ സ്ഥിരമായി കേൾക്കുന്ന ഉമ്മമാരുണ്ട്, വാപ്പമാരുണ്ട്. പലരും കമന്റ് എഴുതാൻ അറിയില്ല എന്ന് പറയുന്നവരാണ്. ആരെല്ലാം ഈ ക്ലാസ് കേൾക്കുന്നോ, ഇത് മനസ്സിലാക്കുന്നോ, എഴുതി വെക്കുന്നോ, എല്ലാവർക്കും നീ എല്ലാവിധ ദുന്യവിയായ ഉഖറവിയായ നന്മകളും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതം നീ പാഴാക്കി കളയല്ലേ റബ്ബേ. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും ചെയ്യാനുള്ള അവസരം തരണേ അല്ലാ. ഹജ്ജ് മാസമൊക്കെ വരികയാണ്. ഒരുപാട് പേര് ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുന്നു. ആ കാര്യങ്ങളൊക്കെ നീ എളുപ്പമാക്കണേ അല്ലാ. ഉംറക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ഖൈറാക്കണേ അല്ലാ. ഞങ്ങൾക്ക് മദീന സിയാറത്തിന് വലിയ തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുത്ത് എല്ലാവിധ റാഹത്തിലും സന്തോഷത്തിലും ആക്കി തരണേ അല്ലാ. ലോകത്തിന്റെ ഒരുപാട് സ്ഥലങ്ങളിൽ യുദ്ധം നടക്കുകയാണ്, ഒരുപാട് പ്രതിസന്ധികളിലാണ്, ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയാണ്. പടച്ചവനെ, എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറ്റിക്കൊടുത്ത് യുദ്ധ സാഹചര്യങ്ങളെല്ലാം നീ ഒഴിവാക്കി കൊടുക്കണേ അല്ലാ. ആരെല്ലാം ലോകത്ത് പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടോ യുദ്ധം കാരണം, എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ, നിന്റെ ശാന്തി കൊടുക്കണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله. നമ്മുടെ സദസ്സ് നാളെയും ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല നമ്മുടെ സദസ്സും ദുആയും ദിക്റും എല്ലാം സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.